ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, മറിയം സ്വീകരിച്ച മംഗളവാർത്ത ലോകത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്താൻ പോന്നതായിരുന്നു. അതുവഴി ലോകത്തിന് മുഴുവൻ സമാധാനം ലഭിച്ചു. സന്തോഷവും സ്നേഹവും ആർദ്രതയും കൊണ്ട് ലോകം നിറഞ്ഞു. ഈ മംഗളവാർത്ത കാലം ഇനിയും അവസാനിച്ചിട്ടില്ല. സങ്കീർത്തകൻ പറയുന്നു, അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി. ദൈവത്തെ നോക്കി ദൈവത്തെ അനുഭവിച്ച് പ്രകാശിക്കുന്ന മനുഷ്യരിലൂടെ ദൈവം നിരന്തരം ലോകത്തിന് മംഗളവാർത്ത നൽകിക്കൊണ്ടേയിരിക്കുന്നു. തെരുവിൽ മൃഗതുല്യമായി മരിക്കാമായിരുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ച് തൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി ശ്രേഷ്ഠമായ ഒരു മരണം ലഭിക്കുവാനായിട്ട് അവരെ സ്നേഹിച്ച് മരണത്തിലേക്ക് പതുക്കെ പതുക്കെ കൈപിടിച്ച് നടത്തിയ മദർ തെരേസ ലോകത്തിന് ലഭിച്ച, നമ്മുടെ മുൻപിലൂടെ ജീവിച്ചു പോയ ഒരു മംഗളവാർത്ത ആയിരുന്നു. മദർ തെരേസ നോബൽ സമ്മാനം സ്വീകരിച്ചിട്ട് തിരികെ വരുമ്പോൾ ഒരു പത്രക്കാരൻ മദറിനോട് ചോദിക്കുകയുണ്ടായി, ലോകത്തിലെ മുഴുവൻ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടതയുമൊക്കെ മാറ്റുവാനായിട്ട് മദറിനാവുമോ? മദറിൻ്റെ കാലം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മദർ തെരേസ അതിന് മറുപടി പറഞ്ഞു, ഞാൻ ഒരു തുള്ളി മാത്രമാണ്. ഇതുപോലുള്ള ഒരുപാട് തുള്ളികളുണ്ടാവുമ്പോൾ ലോകത്തിലെ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും കഷ്ടതയ്ക്കുമൊക്കെ മറുപടി ഉണ്ടാവും. മദർ തെരേസ പറയാൻ ശ്രമിച്ചത് ഇതാണ്, മദർ തെരേസയെ പോലെ ദൈവത്തിലേക്ക് നോക്കി പ്രകാശിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൈപിടിച്ച് തൻ്റെ ഓരോ ദിവസവും നന്മയായിട്ട് പരിണമിപ്പിക്കുന്ന മനുഷ്യർ വഴി ലോകത്തിലെ കഷ്ടതയ്ക്കും ദാരിദ്ര്യത്തിനും ദുരിതത്തിനുമൊക്കെ മറുപടി ഉണ്ടാകുമെന്ന്. ഈ ക്രിസ്തുമസ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന മംഗളവാർത്തയായിട്ട് രൂപാന്തരപ്പെടുവാൻ. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരുപക്ഷെ ഒരാൾ വായിക്കാനിടയുള്ള ഏക ബൈബിള് നീയായിരിക്കും. ഒരുപക്ഷെ ഒരാൾ കണ്ടുമുട്ടുവാനിടയുള്ള ക്രിസ്തു നീയായിരിക്കുമെന്ന്. അത് നമ്മുടെ ബോധ്യമായിട്ട് മാറിയാൽ നമുക്കും മംഗളവാർത്തയായിട്ട് നമ്മുടെ ജീവിതത്തെ പരിണമിപ്പിക്കാം. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വമുണ്ടാകട്ടെ.